നമുക്ക് 7ാം ക്ലാസ്സിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നോക്കിയോളൂ. ക്വസ്റ്റ്യൻ 1 to 5 ആൻസർ എനി 4. 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 4 ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം. നോക്കിയോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എനി മൂവ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ് ദാറ്റ് റിക്വയർ എനർജി യൂട്ടിലൈസേഷൻ ഈസ് കോൾഡ്. അതായത് പേശികളുടെ സഹായത്താൽ ഊർജ്ജ ഉപഭോഗത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു ചലനവും ഡാഷ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻസ് സോഷ്യൽ ആക്ടിവിറ്റി, അതായത് സാമൂഹ്യ പ്രവർത്തനം, ലേണിംഗ് ആക്ടിവിറ്റി പഠന പ്രവർത്തനം, ഫിസിക്കൽ ആക്ടിവിറ്റി കായിക പ്രവർത്തനം, ചാരിറ്റബിൾ ആക്ടിവിറ്റി കാരുണ്യ പ്രവർത്തനം. ഇതിലേതാണ് ആൻസർ? നമുക്ക് ആ ഓപ്ഷൻ കാണുമ്പോഴേ അറിയാം ഏതാണ്. സി ഓപ്ഷൻ അല്ലേ. ഏതാണ്? ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കായിക പ്രവർത്തനം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടീം ഓൺ ദ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇൻ 2024? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വിജയികളായ ടീം ഏതാണ്? അർജൻറ്റീന, കൊളംബിയ, കാനഡ, ഉറുഗ്വയ്. ആരാണ് കോപ്പ അമേരിക്ക ജയിച്ചത്? അർജൻറ്റീന. ആരാണ്? അർജൻറ്റീനയാണ് ജയിച്ചത്. ഫുഡ് കണ്ടെയ്നിങ് മോർ കാർബോഹൈഡ്രേറ്റ്സ്, കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ഏതാണെന്ന്? മീറ്റ്, മിൽക്ക്, എഗ്ഗ്, സെറിയൽസ്. ഏതാണ്? സെറിയൽസ് ആണ്. സെറിയൽസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ എന്ന് പറയും കേട്ടോ. സെറിയൽസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ. അടുത്തത്, ബലം പ്രയോഗിക്കാനുള്ള പേശിയുടെ കഴിവിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ പേശി ശക്തിയാണ് അതിൻ്റെ ആൻസർ. അടുത്ത, ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഐഡന്റിഫൈ വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഗെറ്റ്സ് ഫ്ലെക്സിബിലിറ്റി വൈൽ ഡൂയിങ് ദിസ് എക്സസൈസ്. അതായത് താഴെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഈ ഫോട്ടോയിൽ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തിന് അയവ് ലഭിക്കുന്നതിനാണ് ചെയ്യുന്ന വ്യായാമമാണിത്. അയവ് ലഭിക്കുന്നതിന് ചെയ്യുന്ന വ്യായാമമാണിത്. ഓപ്ഷൻസ്: ഹാൻഡ് മസിൽസ് കൈകളിലെ പേശി, ഫ്രണ്ട് പാർട്ട് ഓഫ് ദി തൈ മസിൽ തുടയിലെ മുൻഭാഗത്തെ പേശി, മസിൽസ് ഓൺ ദ റിസ്റ്റ് കണം കൈയിലെ പേശി, ഷോൾഡർ മസിൽസ് തോളിലെ പേശി. ഏതാണ് ഇവിടുത്തെ ആൻസർ? ഓപ്ഷൻ ബി, ഫ്രണ്ട് പാർട്ട് ഓഫ് ദി തൈ മസിൽസ്, അതായത് തുടയിലെ മുൻഭാഗത്തെ പേശി. അടുത്തത് ക്വസ്റ്റ്യൻ 6 to 10 ആൻസർ എനി 4. 6 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ഏതെങ്കിലും 4 എണ്ണം എഴുതണം ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം 2 ഗെയിംസ് ഈച്ച് ദാറ്റ് ക്യാൻ ബി പ്ലേഡ് വിത്ത് ബോൾ ഓർ വിത്തൗട്ട് ബോൾ. അതായത് പന്ത് ഉപയോഗിച്ചും പന്ത് ഉപയോഗിക്കാതെയും കളിക്കാവുന്ന 2 കളികളുടെ വീതം പേരെഴുതുക. 2 കളികളുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. പന്ത് ഉപയോഗിച്ച് കളിക്കുന്ന കളികൾ ഏതൊക്കെയാണ്? ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ്, അതൊക്കെയാണ്. പന്ത് ഉപയോഗിക്കാതെ കളിക്കുന്നത് ഖോഖോ, കബഡി, ബാഡ്മിൻ്റൺ, ഇതൊക്കെ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഡെസ്ക്രൈബ് ദ റിക്കവറി എക്സസൈസ് യു പെർഫോം ആഫ്റ്റർ പ്ലേയിങ് എ പ്രൊലോങ്ഡ് ഗെയിം. അതായത് ദീർഘസമയം കളികളിൽ ഏർപ്പെട്ട ശേഷം പുനഃപ്രാപ്തി കൈവരിക്കാൻ നിങ്ങൾ ചെയ്യുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതണം. ഏതൊക്കെയാണ് അതിന് വേണ്ടി ചെയ്യുന്ന വ്യായാമങ്ങൾ? റണ്ണിങ് സ്ലോലി, വാക്കിംഗ് സ്ലോലി, ഡൂയിങ് ലൈറ്റ് എക്സസൈസസ്. റണ്ണിങ് സ്ലോലി എന്ന് വെച്ചാൽ പതുക്കെ ഓടുന്നു, വാക്കിംഗ് സ്ലോലി പതുക്കെ നടക്കുന്നു, പിന്നെ ഡൂയിങ് ലൈറ്റ് എക്സസൈസ് എന്ന് വെച്ചാൽ ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുന്നു. അടുത്തത്, വാട്ട് ആർ ദ ന്യൂട്രിയൻസ് ഇൻ ഫുഡ്? ഫുഡിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം, പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം, ഫാറ്റ് കൊഴുപ്പ്, വൈറ്റമിൻസ് ജീവകങ്ങൾ, മിനറൽസ് ധാതുക്കൾ, ഇതൊക്കെയാണ് നമ്മുടെ ഫുഡിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം 4 മിനറൽസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ബോഡി. മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 4 മിനറൽസിൻ്റെ പേര് ഏതൊക്കെയാണ്? കാൽസ്യം, അയൺ, പൊട്ടാസ്യം, സോഡിയം, ഇതൊക്കെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 4 മിനറൽസ് എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ആക്ടിവിറ്റീസ് ടു അച്ചീവ് ദ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്. എന്ന് വെച്ചാൽ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്ന് വെച്ചാൽ ഹൃദയ ശ്വസന ക്ഷമത അത് കൈവരിക്കാൻ ചെയ്യേണ്ട 2 പ്രവർത്തനങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ദീർഘദൂരം നടക്കുക. വോക്ക് ലോങ് ഡിസ്റ്റൻസസ്, ദീർഘദൂരം നടക്കുക, സൈക്ലിംഗ്. 2ാമത്തെ സൈക്ലിംഗ്. 3ാമത്തെ, റൺ സ്ലോലി കണ്ടിന്യൂസ്ലി, തുടർച്ചയായി പതുക്കെ ഓടുക. അടുത്ത 11ാമത്തത് ക്വസ്റ്റ്യൻ 11 to 12 ആൻസർ എനി 1. 11, 12 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നമ്മൾ എഴുതിയാൽ മതി. 3 സ്കോർ. മേക്ക് എ ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ഈറ്റ് ആൻഡ് റൈറ്റ് ദ ന്യൂട്രിയൻസ് ഇൻക്ലൂഡഡ് ഇൻ ദോസ് ഫുഡ് ഐറ്റംസ്. കുറച്ച് ഫുഡ് ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ന്യൂട്രിയൻസിൻ്റെ പേര് നമ്മൾ ഇപ്പുറത്ത് എഴുതണം. പുട്ടിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പുട്ടിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? അന്നജം അല്ലേ. കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ അന്നജം. അടുത്തത്
കടലയിൽ അടങ്ങിയിട്ടുള്ള എന്തുവാണ്? അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. അടുത്ത റൈസിൽ അടങ്ങിയിട്ടുള്ളത്, റൈസ് എന്ന് വെച്ചാൽ ചോറിൽ അടങ്ങിയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം. അടുത്ത നമ്മൾ ഇതേപോലെ എഴുതണം. 4, 5, 6. നമുക്ക് എന്തെഴുതാം? എഗ്ഗ് എഴുതാം അല്ലേ? എഗ്ഗിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? എഗ്ഗ് അല്ലെങ്കിൽ മുട്ട. മുട്ടയിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? എഗ്ഗ് അല്ലെങ്കിൽ മുട്ടയിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? മുട്ടയിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. ഇനി നമുക്ക് ചപ്പാത്തി എഴുതിയാലോ? ചപ്പാത്തിയിൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം. ഇനി എന്താണ്? ലൈം ജ്യൂസിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? വൈറ്റമിൻസ്. പിന്നെ വൈറ്റമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻ അല്ലേ? മത്സ്യം അല്ലെങ്കിൽ ഫിഷ്, അതിലേതെന്താ അടങ്ങിയിട്ടുള്ളത്? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്? കായിക പ്രവർത്തനവും വ്യായാമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? നോക്കിയുള്ളൂ. ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് എനി ആക്ടിവിറ്റി ദാറ്റ് യൂസസ് എനർജി ആൻഡ് ഈസ് പെർഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ്. അതെ, മസിൽസ് അല്ലെങ്കിൽ പേശികളുടെ സഹായത്താൽ ഊർജ്ജ ഉപഭോഗത്തോടു കൂടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എന്താണ്? കായിക പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അടുത്തത് എക്സസൈസ് ഈസ് എ പ്ലാൻഡ് സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് മൂവ്മെന്റ് ആക്ടിവിറ്റി ദാറ്റ് എയിംസ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ്. അല്ലേ, ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ആസൂത്രിതവും ക്രമീകൃതവും നിരന്തരവുമായി ചെയ്യുന്ന ചലന പ്രവർത്തനങ്ങളാണ് വ്യായാമം.